ലോക്സഭ ഏതായാലും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, 2 മണി വരെ വേണമെങ്കിൽ ചർച്ചയാകാമെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് വഴങ്ങിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മാറിയ നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പോലും അവിടെ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. പ്രധാനമായിട്ടും ബീഹാറിലെ വോട്ട് കൊള്ള തന്നെയാണ് ആരോപിച്ചത്. അതായത് ആദ്യം ചില പ്രതിപക്ഷാംഗങ്ങളായിരുന്നു മുദ്രാവാക്യം ഉയർത്തിയത്. പിന്നെ അതിന്റെ ശബ്ദം കൂടി വന്നു. ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത നിലയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം വീണ്ടും ബഹളം വെക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അത് ശക്തമായി, അതിശക്തമായി. പ്രത്യേകിച്ചും പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയമാണ് ഈ വോട്ട് കൊള്ള. അതിൽ ഇതുവരെയും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ BJPക്ക് ആയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില വാർത്താ സമ്മേളനം നടത്തി അതിൽ ഈ തടിതപ്പുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ആകെ തള്ളുന്ന അത് എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. അതല്ലാതെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല. ആ വിഷയം തന്നെയാണ് ഇപ്പോഴും ലോക്സഭയിൽ ഉയർന്നത്. ബീഹാറിലെ വോട്ട് കൊള്ളയാണ് ഏറ്റവും പ്രധാനമായിട്ടും മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, അതിന്റെ ശബ്ദമെല്ലാം ഉയർന്നതിന് പിന്നാലെ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ, അതായത് ലോക്സഭയുടെ ഈ വർഷകാല സമ്മേളനത്തിന്റെ അവസാന തീയതിയാണ് നാളെ രാവിലെ 11 മണിക്കായിരിക്കും വീണ്ടും ചേരുക. ആ സമയത്തും പ്രധാനമായിട്ടും ഈ ഗെയിമിംഗ്, ഓൺലൈൻ ഗെയിമിംഗിലെ ബില്ല് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.